കോൺഗ്രസിൽ ഇനി കൂട്ടത്തല്ലാണെങ്കിലും കൂട്ടക്കുഴപ്പമാണെങ്കിലും ഒരിക്കലും പിണറായി വിജയന്റെ മോഹം നടക്കാൻ പോകുന്നില്ല. ആരാണ് വീണ്ടും പിണറായി സർക്കാരിന് ഒരു ടേം കൂടി ഭരിക്കട്ടെ എന്ന് തലയിൽ വെളിവുള്ള ആരെങ്കിലും വിചാരിക്കുക? കോൺഗ്രസ് കൂട്ടക്കുഴപ്പായിക്കോട്ടെ, കോൺഗ്രസിൽ അടിയായിക്കോട്ടെ. ഇവിടെ വോട്ട് ചെയ്യാൻ ഈ സഖാക്കൾ മാത്രമല്ല ഉണ്ടാവുക, കോൺഗ്രസുകാർക്ക് അടിയായിക്കോട്ടെ. എങ്കിലും കോൺഗ്രസിന് ആൾക്കാർ വോട്ട് ചെയ്യും, എങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും ഒക്കെ ഇവിടെ ആൾക്കാർ നിരന്ന് നിന്ന് വോട്ട് ചെയ്യും. പിണറായി വിജയന്റെ പാർട്ടിക്ക് ആരാണ്? വെറും ഈ കുറച്ച് അന്തംഗമികൾ. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ പിണറായി വിജയന്റെ ആ അമേദ്യം ഭക്ഷിച്ച് നിർവൃതി കൊള്ളുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അവര് പോയി വോട്ട് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ഗിമ്മികൾ കളിച്ചിട്ടൊന്നും കാര്യമില്ല അന്തം കമ്മികളെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസം പ്രധാനമന്ത്രിയുടെ ഈ ആദംപൂരിലെ ഈ പ്രഭാഷണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് ചെയ്ത പാകിസ്ഥാന് നൽകിയ, രാഷ്ട്രത്തോട് ചെയ്താന്ന് പോട്ടെ, രാഷ്ട്രത്തോടുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതല്ലാതെ പാകിസ്ഥാനുള്ള ഏറ്റവും കൃത്യമായ മുന്നറിയിപ്പ് നിങ്ങൾ ഒന്നാം പേജിൽ കൊടുത്തില്ല. അവിടെ ഷോപ്പിയാനിൽ 3 കൊടും ഭീകരരെ വെടിവെച്ചു കൊന്ന വാർത്തയും ഒന്നാം പേജിൽ കൊടുത്തില്ല. അതിന് പകരം ഹൈക്കമാൻഡിനെയും ബഹിഷ്കരിച്ചു. ഇതാണ്